ജീവിതത്തിൽ രോഗങ്ങളൊക്കെ വരും. രോഗം വരാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങൾ, ആകുലതകൾ, വ്യാകുലതകൾ, അലച്ചിലുകൾ, ഉഴച്ചിലുകൾ, ഇതെല്ലാം ഉണ്ട്. ഇതുണ്ടായി എന്ന് കരുതി ജീവിതത്തെ തള്ളിപ്പറയേണ്ട ആവശ്യമുണ്ടാവും. അപ്പോഴും നന്ദി പറയാം. നിങ്ങൾക്കിന്ന് അതിഥിയെപ്പോലെ എത്തിയിരിക്കുന്ന ഒരു രോഗി നിങ്ങളാകുന്ന വാടക വീട്ടിൽ ഈ അതിഥി വന്നിരിക്കുകയാണ്. അത് പോകണം. പക്ഷേ ആ വ്യക്തി വന്നതുകൊണ്ട് എല്ലാവരോടും ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു നന്ദി കൊണ്ടുവരിക. ദൈവം ഇന്ന് എനിക്കിത് അനുവദിച്ചു തന്നു. ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടാവാം. അതല്ലേ ജീവിതം എന്ന് പറയുന്നത്. വികലാംഗനായ ഒരാൾ പൊയ്ക്കാലണിഞ്ഞാണ് എല്ലായിടത്തും സഞ്ചരിക്കുക. അവൻ്റെ കാല് മുറിച്ച് കളഞ്ഞു, ബോൺ ക്യാൻസർ വന്ന്. അപ്പോൾ ബ്ലഡ് ക്യാൻസർ നിമിത്തം ബ്രസ്റ്റ് റിമൂവൽ നടത്തിയ ഒരു പെണ്ണ് വല്ലാതെ ഡിപ്രസ്ഡാണ്. ഇവിടെ പാട്ടുകാരി അറിയുമ്പോൾ പാട്ടൊന്നും പാടുന്നില്ല. ഇവൻ ഇതറിഞ്ഞിട്ട് പൊയ്ക്കാലിൽ ആർട്ടിഫിഷ്യൽ ലെഗിൽ ഇവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഭയങ്കര സ്വരത്തിൽ റോക്ക് മ്യൂസിക്കൊക്കെ ഇട്ട് സ്വയം മറക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ആ റോക്ക് മ്യൂസിക്കിനൊപ്പം അവൻ ഒറ്റക്കാലം ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഉറഞ്ഞാടി ഡാൻസ് കളിക്കുകയാണ്. ഇവൾ കുറേ നാൾക്ക് ശേഷം പൊട്ടിച്ചിരിക്കൊടുവിൽ അവൾ പറഞ്ഞു, ഇഫ് യു ക്യാൻ ഡാൻസ് ഐ ക്യാൻ സിങ്. നിനക്ക് ഇനി ആടാൻ പറ്റുമെങ്കിൽ എനിക്ക് പാടാൻ പറ്റും. അവൾ പാട്ട് വീണ്ടെടുത്തു. അവൾ ജീവിതം വീണ്ടെടുത്തു. അവൾ നന്ദിയോടുകൂടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, ജീവിതത്തിൽ എല്ലാം നല്ലതിനാണ്. എന്തും ഏതും നന്മയാക്കി മാറ്റാൻ കഴിയുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചകളിൽ പോലും നന്ദി കൊണ്ടുവരാൻ പറ്റും. ഈ ഭൂമിയുടെ മുറിവിലൂടെയാണ് പുഴ ഒഴുകുന്നത്. ഒരു മുളയുടെ മുറിവിലൂടെയാണ് പാട്ടൊഴുകിയെത്തുന്നത്. നിങ്ങളുടെ മുറിവിലൂടെയാണ് നിങ്ങളുടെ ഹൃദയം തിരുഹൃദയമായിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ നന്ദിയല്ലേ മുറിവുകൾക്ക് നൽകേണ്ടത്? മുറിപ്പെടുത്തുന്നവർക്ക് നന്ദി പറയേണ്ടതല്ലേ?